നിങ്ങൾ ആരെങ്കിലും ട്രെയിൻ കപ്പലിൽ കയറി പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? യെസ്, അത് കാണണമെങ്കിൽ ഇങ്ങനെ യൂറോപ്പിൽ ഇറ്റലിയിൽ വന്നാൽ മതി. ഞാനിപ്പോൾ ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിൻ രണ്ടായി മുറിച്ച് ഒരു വലിയ കപ്പലിൽ കയറ്റി അത് ഒരു ഐലൻഡിൽ നിന്നും മറ്റൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള അധികാരം കാണിക്കാത്ത ഒരു കാഴ്ചയാണിത്. ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇറ്റലിയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റലിയുടെ മാപ്പിൻ്റെ സദേൺ ഭാഗത്തായിട്ട് താഴെ സിസിലി എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ഐലൻഡിലെ സിറാക്കൂസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് ഏകദേശം ഒരു 1500 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അതായത് റോം ബൊലോന വഴി തിരിനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമുക്ക് സാൻ മറീനോ പോകാൻ വേണ്ടി. അപ്പോൾ ഈ റോമെന്ന് ബൊളേന വഴി അവിടെ വരെ ഏകദേശം 1500 കിലോമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് ഒരൊറ്റ ട്രെയിനിൽ പോകാൻ പറ്റും. അതായത് റോം വരെ ഇവിടെ നിന്ന് ഒറ്റ ട്രെയിനിൽ പോകാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ ട്രെയിൻ മാറണം. അതായത് ഈ ഐലൻഡിൽ നിന്നും മറ്റേ ഐലൻഡിലേക്ക് അങ്ങനെ ട്രെയിനിൽ പോകും, ട്രെയിൻ മാറാതെ. യെസ്, അതാണ് ഇവിടുത്തെ ഒരു കുട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസിലി ദ്വീപിൽ നിന്നും ഇറ്റലിയുടെ മെയിൻ ലാൻഡിലേക്ക് നമുക്ക് ഈ ട്രെയിൻ കപ്പലിൽ കയറ്റിക്കൊണ്ടാണ് അവർ പോകുന്നത്. അതായത് ട്രെയിൻ കപ്പലിൽ കയറ്റിക്കൊണ്ട് പോകും. യെസ്, യൂറോപ്പിലെ അവസാനത്തെ ഫെറി ട്രെയിൻ ആണ് ഇത്. അപ്പോൾ ടെക് ട്രാവൽ കേൾക്കെ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ സിറാക്കുസ 7:35 7:40 ട്രെയിൻ. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ ആയിരുന്നു ഹോട്ടൽ എന്നുള്ളതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ലെറ്റ്സ് ഡയറക്ട്ലി ഗോ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കൗണ്ടേഴ്സ് ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് പോകേണ്ട ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി റോം എന്ന് പറഞ്ഞ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഫെറി കടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി ഇറങ്ങും. നമ്മൾ ആക്ച്വലി ഈ ട്രെയിനിലല്ല റോമിൽ പോകുന്നത്. നമ്മൾ ഫെറി കടന്നിട്ട് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ബൊളോനയ്ക്കുള്ള ഒരു ഫാസ്റ്റ് ട്രെയിനിൽ കയറും. ആ ട്രെയിൻ ഈ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്ത് ആദ്യം റോമിലെത്തും. അപ്പോൾ ഈ റോമിൽ ഞാൻ ഇറങ്ങണ്ട, റോമം കഴിഞ്ഞ് പോകുന്ന ഏതൊരു സ്ഥലത്താണ് ഞാൻ പറയാം. എന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ് ദ ട്രെയിൻ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം റെസ്റ്റോറൻറ്റ് ലഹി ഓൺലി സ്നാക്സ് ഒക്കെയാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല, സമയം ആകുകയും ചെയ്തു. സാരമില്ല, ഇതിപ്പോൾ ഒരു 7:30 വിട്ട് കഴിഞ്ഞാൽ ഈ ട്രെയിൻ 10 മണിക്ക് മെസ്സീന എത്തും. പിന്നെ അവിടെ നിന്ന് 11:30 ഇനി എത്തുള്ളൂ. പിന്നെ 11:30 വരെ ഞാൻ മിക്കവാറും ബസ്സും തിരിക്കേണ്ടി വരും. എൻ്റെ കാണാൻ ഒന്നും ഇല്ല താനും. അയ്യോ, ട്രെയിൻ കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പം 2-2.5 മണിക്കൂറുണ്ട് മെസ്സീന സെൻട്രൽ എന്ന് പറഞ്ഞ സ്ഥലം വരെ. അപ്പം മെസ്സീന സെൻട്രലിൽ നിന്നാണ് പിന്നെ അവിടെ നിന്ന് കപ്പലിലോട്ട് നമ്മൾ കയറുന്നത്. എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഇങ്ങോട്ട് വരാൻ നേരം നമ്മൾ കണ്ടായിരുന്നു, പക്ഷേ രാത്രിയായിരുന്നു. നമ്മളിപ്പോൾ ഈ പോകുന്ന ട്രെയിനുകളുണ്ടല്ലോ, ഇത് നമ്മളെ ജപ്പാനിലൊക്കെ ഉള്ളതുപോലത്തെ ടിൽറ്റബിൾ ട്രെയിനുകളാണ്. അതായത് ഇങ്ങനെ വളവിന് പോകുമ്പോഴത്തേക്കിന് ഈ ട്രെയിൻ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ബാങ്കിങ് ഓഫ് കർവ് ഇല്ലേ, നമ്മൾ റോഡിൽ വണ്ടി പോകുമ്പോൾ അതേപോലെ തന്നെ ഈ വളവുകളിൽ ട്രെയിൻ മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ പോകുന്ന രീതിയിലുള്ള ട്രെയിനുകളാണ്. നമ്മൾ ബൈക്കൊക്കെ വളവ് ചരിഞ്ഞ് പോകുന്ന പോലെ അങ്ങനത്തെ ട്രെയിനുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ വളവുകളും വളഞ്ഞുള്ള മലയുടെ ഇടയ്ക്കൂടൊക്കെ അങ്ങനെ കയറി ഇറങ്ങി പോകുന്ന വഴിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രെയിനുകളായതുകൊണ്ട് സ്പീഡ് കുറയ്ക്കേണ്ട, ആ ഒരു ഒറ്റ സ്പീഡിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ വളഞ്ഞ് പോകാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ തന്നെ വളത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ട്രെയിനുകളില്ല. നമുക്ക് വന്ദേ ഭാരത് ട്രെയിനുകൾ പോലും നിലവിൽ ചെയ്തതിൽ ഈ ഒരു ടിൽറ്റബിൾ ഫീച്ചർ കൊടുത്തിട്ടില്ല. മൊത്തം ഓറഞ്ച് കൃഷി, അതുപോലെ തന്നെ കോട മൂടി നിൽക്കുന്ന മൊത്തം ഇവിടെ. ട്രെയിൻ ഇങ്ങനെ ഏതൊക്കെയോ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് നോക്കി വന്നപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്കിനും ആകെ കുറച്ച് ഇതുപോലത്തെ സ്നാക്സ് ഒക്കെയാണ്. എല്ലാം €2 ഒക്കെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ്. ഒരു ബിസ്ക്കറ്റിനൊക്കെ €2, വെള്ളത്തിന് €1.5. ഇതിനകത്ത് ബിയറൊന്നുമില്ല. ചില സ്ഥലത്ത് ബിയറൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് ഇവിടെ സോഡ വാട്ടറിനും സാധാ വെള്ളത്തിനൊക്കെ ഒരേ റേറ്റ് ആണ് എല്ലായിടത്തും. ഞാൻ €2 കൊടുത്തൊരു ക്രോസോണ്ട് വാങ്ങിച്ച്. ക്രോസോണ്ട് അല്ലേ ഇത്? €2 പറഞ്ഞ ഈ സാധനത്തിന് 200 രൂപയാണ് കഴിച്ചത്. 4 രൂപയ്ക്ക്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ചേട്ടൻ വന്ന് പുള്ളി എന്താ പറയുക എന്തോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ചില്ലറ ഇല്ലായിരുന്നു, എൻ്റെ ചില്ലറ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചില്ലറ കൊടുത്ത്. അപ്പോൾ ആ ചില്ലറ കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ട് പുള്ളി എനിക്ക് ഒരു കുപ്പി വെള്ളം ഫ്രീ ആയിട്ട് എടുത്തു തന്നു. എന്തായാലും നല്ല മനുഷ്യര്. എന്നാലും €2 കൊടുത്തിട്ട് ഒരു ചെറിയ കുഞ്ഞി ക്രോസോണ്ട്. ഇവർക്ക് €2 എന്ന് പറയുന്നത് ചെറിയ പൈസയാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മൾ കടയിൽ പോയിട്ട് 20 രൂപയ്ക്ക് ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങുന്ന പോലെയാണ് ഇവിടെ €1 ആൾക്കാർ ഒരു കുപ്പി വെള്ളം വാങ്ങുന്നത്. നമുക്കത് നോക്കുമ്പോഴത്തേക്കും അത് പറ്റിയ മോള. ഇത് വലിയ സിറ്റിയാണല്ലോ. നമ്മൾ കത്താണി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്താണി എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ വന്ന് നിൽക്കേണ്ടിയിരുന്ന ഒരു നഗരമായിരുന്നു. ഇന്നലെ ഇവിടെ ആയിരുന്നു ഞാൻ വന്ന് നിൽക്കേണ്ടിയിരുന്നത്. ഇന്നലെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സമയം ഈ ട്രെയിൻ എടുത്തുന്നവരെയുള്ള ഒരു പകൽ സമയം എനിക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് ആ ഒരു ട്രെയിൻ മിസ്സായതുകൊണ്ട് നമുക്ക് രാത്രിയിൽ വേറെ ട്രെയിനിൽ നമ്മളെ കയറ്റാതിരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
സോ അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മളിപ്പോൾ റോഡിൻ്റെ നടുവിൽ മെട്രോ പാലം പോലത്തെ ഒരു പാലത്തിലൂടെയാണ് ഈ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, പഴയ കെട്ടിടങ്ങളും മറ്റൊക്കെ കണ്ടോ. കടൽ തീരത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ അടുത്ത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഗൂഗിളിൽ പരിധിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇറ്റലിയിൽ പല ഐലൻഡുകളിലും വോൾക്കാനോസ് ഉണ്ട്. പലതും വോൾക്കാനോ ഇറപ്റ്റഡ് സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ കാലിയാട്ടോ പൊതുവെ. പക്ഷേ എൻ്റെ പൊന്നെ, നമ്മുടെ ട്രെയിൻ പോകുന്നത് കണ്ട ഇതിലെവിടെയാണ് കടലിനകത്തൂടെ ഇറങ്ങി പോകുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ മെസീന സെൻട്രൽ എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ നിർത്തും. ഇവിടെ നിന്നാണ് നമ്മൾ ഇനിയിപ്പോൾ കപ്പലിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കിന് അപ്പുറത്തൊരു ട്രെയിൻ, ചെറിയൊരു കുഞ്ഞു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ ഇപ്പോൾ മുന്നോട്ട് പോയി. അതിപ്പോൾ ഇവർ കൊണ്ടുപോയി കപ്പലിലേക്ക് കയറ്റും. അതിനുശേഷം നമ്മൾ ട്രെയിൻ കൊണ്ട് കയറ്റും. ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവിടെ. അതായത് യൂറോപ്പിൽ ഇതുപോലെയുള്ള ട്രെയിൻ ഫെറികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് പലയിടത്തും പിന്നെ പാലങ്ങളൊക്കെ വന്നു. ഇവിടെ നമുക്ക് പാലമൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ഫെറിയിൽ കയറിയിട്ട് ഞാൻ പറയാം. ഇതിപ്പോൾ ഇപ്പുറത്തൊരു ട്രെയിൻ കടന്നിരുന്നത് 4 കമ്പാർട്ട്മെൻ്റ് ഉള്ളൊരു ട്രെയിനാണ്. അത് ഓൾറെഡി ഇപ്പോൾ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ട്രെയിനും 4 കമ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടെ നമ്മൾ കപ്പലിലേക്ക് കയറ്റാനായിട്ട് കൊണ്ടുപോകും. നമ്മുടെ ട്രെയിനിൻ്റെ പവർ വിച്ഛേദിച്ചു. എന്നിട്ട് ആ ഒരു ലോക്ക് ഓഫ് ചെയ്യും. ലോക്ക് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ പാൻഡോഗ്രാഫ് താത്തി. ഇനിയിപ്പോൾ വേറെ ഒരു ഷണ്ടിങ് ലോക്കോ ഇതിൽ കൊണ്ട് ഘടിപ്പിച്ചിട്ടാണ് ഇതിനിപ്പോൾ നമ്മൾ കപ്പലിലേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഈ കാണുന്നത് കണ്ടോ, ഇത് ആക്ച്വലി റീജിയണൽ ട്രെയിനുകൾ എന്ന് പറയുന്നതിന്. അതായത് ഈ ചെറിയ ദൂരങ്ങൾ ഒരു 100-150 മാക്സിമം ഒരു 200 പോയില്ല, ഒരു 100-150 കിലോമീറ്റർ ഒക്കെ പോകുന്ന നമ്മുടെ മെമു ട്രെയിൻസ് പോലെയുള്ള റീജിയണൽ ട്രെയിനുകളാണ് ഈ കാണുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഒറ്റ കോച്ചുള്ള പോലത്തെ തോന്നിക്കുന്ന തരത്തിലുള്ള ട്രാം പോലത്തെ ഒരു ട്രെയിനാണ്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് ഇന്റർസിറ്റി ട്രെയിനുകളാണ്. അതായത് ഇന്റർസിറ്റി ട്രെയിനുകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യം ഒരു 10, 600, 700, 800, 1000 കിലോമീറ്റർ വരെയൊക്കെ പോകുന്ന തരത്തിലുള്ള ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളായിരിക്കും ഇന്റർസിറ്റി ട്രെയിനുകൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ട്രെയിനുകളുടെ ലുക്ക് ആണെന്നുണ്ടെങ്കിലും സംഭവം ഭയങ്കര പെർഫോമൻസ് ആണ്. കണ്ടോ, ഇത് നമ്മുടെ ട്രെയിനാണ്, കണ്ടില്ലേ. ഇത് ശരിക്കും ഇതിന്റെ ഫ്രണ്ടിൽ ലോക്കോ പിടിപ്പിച്ചിട്ടാണ് ഇത്രയും നേരം ഇതിവിടെ വന്നത്. പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, അതായത് 2 ഭാഗത്തും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമ്മുടെ വന്ദേ ഭാരതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പോലത്തെ ഒരു ട്രെയിനാണിത്. ഇതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും എനിക്കറിയില്ല. മെസീന സെൻട്രൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോർട്ട് സിറ്റിക്ക് സമീപമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കപ്പലിലേക്കാണ് ആക്ച്വലി കയറുന്നത്. കപ്പലിലേക്ക്, അതായത് കടലിലേക്ക് നീണ്ടു പോകുന്ന ഒരു റെയിൽ പാതയാണ് ഈ കാണുന്നത്. ഇതിലൂടെ റെയിൽ ചരക്ക് ഗതാഗതങ്ങളും അതേപോലെ തന്നെ പാസഞ്ചർ മൂവ്മെന്റ്സ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇതിലൂടെ ഇവർ നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വിട്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് എൻ്റെ മാക്സിമം ആകുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കാരണം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ലൈക്ക് ഇത് വിൻഡോസ് എല്ലാം ഇതിലേക്ക് എന്തൊക്കെ ചെളിയൊക്കെ തെറിച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. ഞാൻ എന്നാലും എൻ്റെ മാക്സിമം ഞാനിവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്. അതാകുമ്പോഴത്തേക്കും ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് ഓർത്തുണ്ട്. അതാകുമ്പോൾ ഇവിടെ ആരുമില്ല, നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടും, നല്ലൊരു പനോരമിക് വ്യൂ ഇവിടെ നിന്ന് കിട്ടും. എന്തോരം ട്രാക്കുകളാണ് നമുക്ക്. ഇതൊക്കെ ഈ എന്താ പറയുക, ഈ ചരക്ക് കൊണ്ടിരുന്ന വണ്ടികളൊക്കെ മാറ്റിയിടുന്നതിനും അതിനൊക്കെ വേണ്ടി കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ആയിരിക്കും ഇപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ ശബ്ദമൊക്കെ മാറി മാറി വരുവേ. പിന്നെ നമ്മൾ എത്തി, അതാണ് അവിടെ ഷിപ്പ് കിടക്കുന്നത്. നമ്മളെ കാത്തവിടെ കപ്പൽ കിടപ്പുണ്ട്. കണ്ടാ, അടിപൊളി. കണ്ട നമ്മുടെ ട്രെയിൻ കപ്പലിൽ കയറുന്ന കണ്ട. ഓ ഒരേ പൊളിച്ച്. നമ്മളെ ഫെറിയിൽ നമ്മൾ കാറും ബസ്സും ട്രക്സും ഒക്കെ കയറ്റുന്ന പോലെ തന്നെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ കപ്പലിനകത്തേക്ക് കയറുന്ന കണ്ടോ. എന്റെ പൊന്നേ, ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ രാത്രിയിലാണ് പോയത്. അത് കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇവിടെ മേളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ റോഡോ എന്തൊരു സാധനമുണ്ട്, എന്തോ പോലത്തെ ഒരു സാധനമുണ്ട്.
നമ്മൾ അങ്ങനെ കപ്പലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ. നോക്കൂ, ഇത് ശരിക്കും ഇത് പോർട്ടിന്റെ ഏരിയ ആണ്. നമുക്ക് ഇവിടെ ഞാൻ ആക്ച്വലി ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തത് ഇവിടെ പുറത്ത് വന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇറങ്ങി സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ഇത് പോർട്ടിന്റെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇത് അപ്പുറത്ത് വേറെ കപ്പൽ കിടക്കുന്നത്, അതും ഈ പറഞ്ഞ പോലെ ട്രെയിൻ കൊണ്ടുപോകുന്ന കപ്പലാണ്. കപ്പലിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ 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 നോക്കൂ, എവിടെ 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 കാണിക്കണ്ട, അപ്പുറത്ത് കാണിക്കണം ഇപ്പുറത്ത് കാണിക്കണം. അതേ കണ്ട 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 കേറി നമ്മള് കപ്പലില്. കണ്ട ഓലെ ഒളിച്ച് നമ്മള് ട്രെയിൻ നമ്മൾ കപ്പലിൽ കേറി. അപ്പുറത്തെ ട്രെയിൻ കിടക്കുന്നുണ്ടോ വേറെ? ഞാൻ പറഞ്ഞില്ലേ, അതായത് നേരത്തെ കപ്പലിലേക്ക് കൊണ്ടുപോയ ട്രെയിനാണ് ഇപ്പൊ അപ്പുറത്ത് കിടക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പം കയറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ട്രെയിനിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റും. ഇനിയിപ്പോ ആ ട്രെയിൻ അതിഗംഭീരമായിട്ട് കപ്പലിന്റെ ഉള്ളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇനിയിപ്പോ ഇവരിവിടെ കുറെ പരിപാടികൾ ചെയ്യും ഇതിനകത്തെ. ആ സംഭവം കണ്ടോ? അത് എന്താണെന്നറിയാവോ? അത് ട്രെയിനില് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിന് വേണ്ടി, കറണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അതിപ്പോൾ ട്രെയിനിൽ ഇവർ കൊണ്ട് കണക്ട് ചെയ്യും. പിന്നെ ആളുകൾക്ക് ഇറങ്ങാൻ വേണ്ടി ഉള്ള പ്ലാറ്റ്ഫോം ഒക്കെ ഇവിടെ കൊണ്ട് പിടിപ്പിച്ച് എടുത്ത് വെക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. തുറന്നിടും. കണ്ടോ നോക്കി ഉണ്ടോ? അതായത് കപ്പലിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആളുകൾ ട്രെയിനകത്ത് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റണമല്ലോ. അപ്പോൾ ഇവർ തുറന്നിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ ആ കപ്പലിൻ്റെ ഉള്ളിൽ ഇറങ്ങി. ഇത് ശരിക്കും ഒരു വലിയൊരു ഫെറി ഷിപ്പാണ്. ആ ഒരു ഫെറി ഷിപ്പിലാണ് ഈ ട്രെയിൻ ഇത്തരത്തിൽ ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. കണ്ടില്ല, ആ ഒരു ട്രെയിൻ മൊത്തത്തിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഇവർക്ക് ശരിക്കും രണ്ട് കരയിലും രണ്ട് സെറ്റ് ഓഫ് ട്രെയിനുകൾ വെച്ചിട്ട് ഓടിച്ചിട്ട് ഇടയ്ക്ക് ഫെറി വഴി ആളുകളെ കമ്മ്യൂട്ട് ചെയ്യിക്കാം. പക്ഷേ അത് ആ ഒരു ആളുകൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ പല ആളുകളും ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങത്ത് പോലുമില്ല. രാത്രിയിൽ സ്ലീപ്പർ ട്രെയിനുകൾ വരെ ഇത്തരത്തിൽ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയിൽ നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് മിസ്സായിട്ടുള്ള ആ ട്രെയിൻ ഉണ്ടല്ലോ, ആ സ്ലീപ്പർ ട്രെയിൻ പോലും രാത്രിയിൽ ഈ ഫെറിയിലായിരിക്കും കയറി പോകുന്നത്. അതായത് ആളുകൾ പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഈ ഫെറിയിൽ കയറുന്നത് ഇറങ്ങി പോകുന്നതൊന്നും നമ്മൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ അറിയത്തും കൂടിയില്ല. മനസ്സിലായോ? അതാണ് സംഭവം. ഇതിനകത്ത് ട്രാക്കുകളുണ്ട്. ഇപ്പൊ കപ്പലിനകത്ത് ഇവര് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പോലെ തന്നെ ട്രാക്ക് ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. കണ്ടല്ലേ, മൊത്തം 4 ട്രാക്ക് ഉണ്ട്. ഇനിയും ഇതിനകത്ത് വേണമെങ്കിൽ അഡീഷണൽ കോച്ചുകൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സംഭവങ്ങളൊക്കെ എന്തായാലും കൊള്ളാം. അപ്പൊ ഇവിടെ ഇതെങ്ങനെയാ പരിപാടി എന്നറിയാമോ? ഇപ്പൊ ഇത് നേരത്തെ വന്ന ട്രെയിനാണ്. ഇതിന്റെ ഇവിടെ ഫ്രണ്ടില് ലോക്കോ ഉണ്ട്. കണ്ടോ? നമ്മൾ വന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഫ്രണ്ടിലും അവിടെ ലോക്കോ ഉണ്ട്. കണ്ടോ? ഏതാ അവിടെ ലോക്കോ ഉണ്ടോ? ഈ സിസിലി ഐലൻഡിന്റെ 2 സ്ഥലങ്ങളിൽ നിന്ന് വന്ന ട്രെയിൻ ഇവിടെ വന്നിട്ട് കപ്പലിൽ കയറി അപ്പുറത്തിറങ്ങി ഒറ്റ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അതാണ് സംഭവം. എന്നിട്ട് ഇനി അപ്പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ട്രെയിനിന്റെ ഒരു ലോക്ക് ഇവർ ഒഴിവാക്കും. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഓർഗനൈസ്ഡ് എന്ന് മാത്രമല്ല, ഭയങ്കര ഈസി ആക്കാൻ വേണ്ടി, വളരെ എളുപ്പമാക്കാൻ വേണ്ടി, ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയൊക്കെ ഇവർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ, അങ്ങനെ നമ്മുടെ കപ്പൽ വിട്ടിരിക്കുകയാണ്. കപ്പൽ വിട്ടു. അത് കണ്ടോ, അവിടുത്തെ ഡോർ അടയുന്ന കണ്ടോ? എന്റെ പൊന്നെ, ഈ ലോക്കോ ഒക്കെ ടേൺഡ് ഓഫ് ആണ്. ലോക്കോ ഒക്കെ ഓഫ് ചെയ്ത് കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിൽ പോട്ടോ. ഷിപ്പിന്റെ മുകളിൽ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇത്തരത്തിലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതായത് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എന്തോരോ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്ന് നോക്കി ഇതിനകത്ത്. അടിപൊളിയല്ലേ? അയ്യോ, അതായത് ഈ ട്രെയിനിലുള്ള എല്ലാ പാസഞ്ചേഴ്സിനും ഇതിനകത്ത് കയറി ഇരിക്കണമെങ്കിൽ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം ഇവിടെ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലീഗലി ഒരു ഫെറി ഷിപ്പിൽ ഒരു വാഹനം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇരിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഇവർ ട്രെയിൻ ആയതുകൊണ്ട് ഒന്നും പറയാത്തതാണ്. പിന്നെ അരമണിക്കൂറേ ഉള്ളൂ. ഏകദേശം ഒരു 35 മിനിറ്റ്സ് മാത്രമേ ഈ ഒരു ഫെറി ഉള്ളൂ. സംഭവമുള്ളതല്ലേ? ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ആളുകൾ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇതിനകത്ത് കോഫി കിട്ടും, പിന്നെ സ്നാക്സ് കിട്ടും, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതും റണ്ണിങ് ബൈ റെയിൽവേ ആണ്. അവർക്കും വരുമാനമല്ലേ. ഇതെന്താ സംഭവം? ഇതെന്തോ വീൽ ചെയർ ക്ലാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ്. സംഭവം എന്തായാലും പൊളിയാണ്. നമുക്കിനി ഇപ്പം മുകളിൽ പോയി നോക്കാം. പുറത്ത് ആ ട്രെയിൻ കിടക്കുന്ന ഭാഗങ്ങളൊന്ന് പോയി കാണാം. ഇതിനകത്തും ടോയ്ലറ്റും മറ്റുമൊക്കെ ഉണ്ട്. ഈ ട്രെയിൻ ഇവിടെ ഹോൾട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവർ ഈ ട്രെയിനിലെ ടോയ്ലറ്റൊക്കെ ഇവർ അടച്ചിടും. ട്രെയിനിലെ ടോയ്ലറ്റ് ഈ സമയത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കപ്പലിൽ വേണം ഉപയോഗിക്കാനായിട്ട്. എന്തോരം സ്ഥലമാണെന്ന് നോക്ക്. എൻ്റെ ദൈവമേ, ഇതുപോലെ ഇത് ശരിക്കും വലിയൊരു ഷിപ്പാട്ടോ. ആ വലിയ ഷിപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു ട്രെയിൻ ഇപ്പം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. ആളുകളെല്ലാവരും ഇവിടെ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുകയാണ്ടല്ലേ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ട്രെയിൻ ഇങ്ങനെ കിടക്കുന്ന കാണാം. കണ്ടോ? വാ, ഇവിടെയാണ് അതിൻ്റെ കറക്റ്റ് വ്യൂ പോയിന്റ്. എൻ്റെ ദൈവമേ,
ട്രെയിൻ കപ്പൽ കയറി പോകുന്ന കണ്ടോ നിങ്ങള്? കണ്ടാ? നമ്മളിനിയിപ്പോ കറങ്ങി തിരിഞ്ഞ് നമ്മളിവിടെ അടുത്ത സ്റ്റേഷൻ, അതായത് വില്ല സാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ റൂട്ടില് നമുക്ക് ഇതുപോലെയുള്ള ക്രൂസ്, അതായത് ക്രൂസ് അല്ലല്ലോ, അതിന് ഫെറി സംഭവങ്ങളുണ്ട്. അതായത് പാസഞ്ചർ ഫെറി, പിന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫെറി, അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഈ റൂട്ടിൽ, അങ്ങനത്തെ കപ്പലുകളൊക്കെ വേറെ ഉണ്ട്. സാധാരണ പാസഞ്ചേഴ്സിന് ഈ ട്രെയിനിൽ കയറി പോകാൻ പറ്റത്തില്ല. ട്രെയിൻ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ കപ്പലിൽ കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. ഇത് വളരെ പെട്ടെന്ന് കണ്ടോ, ശരിക്കും അരമണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായോ? ഇല്ല, അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചതോ എന്തെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും വളരെ പെട്ടെന്ന് എത്തും ഈ സാധനം. നമ്മൾ ഈ ബസ്സും ട്രെയിനും ഒക്കെ പാരലൽ റൺ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ കപ്പൽ രണ്ടെണ്ണം പാരലൽ റൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ ഫെറിയും അപ്പുറത്ത് വേറെ ഒരു ഫെറിയും, കരോണ്ടെ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെറിയും കൂടെ പാരലൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു സ്ട്രേറ്റ് ഓഫ് മെസീന എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഒരു സ്ട്രേറ്റ്, ഏകദേശം ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു സ്ട്രേറ്റ്, ഒരു അറ്റം അല്ലെങ്കിൽ അറ്റം വരെ. അതായത് ഇറ്റലിയുടെ സദേൺ പാർട്ടിലുള്ള ആ ഒരു സിസിലി ഐലൻഡും ഇറ്റാലിയൻ മെയിൻലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു സ്ട്രേറ്റ് ആണ്. ഈ ഒരു സ്ട്രേറ്റിൽ ഈ 3.5 കിലോമീറ്റർ ഉള്ള ഒരു ദൂരം ഇവർക്ക് ഒരു പാലം പണിയാൻ കാശില്ലേ, ഇത്രയും ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ആയിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെടണോ? അതായത് ഈ സിസിലി എന്ന് പറയുന്ന വലിയൊരു ഐലൻഡാണ്. അത് ആയിരക്കണക്കിനല്ല, 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന വലിയൊരു ഐലൻഡാണ് സിസിലി ഐലൻഡ്. അപ്പൊ ഈ ഐലൻഡിനെ മെയിൻലാൻഡായിട്ട് ബന്ധിപ്പിക്കാൻ എന്താണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയാനായിട്ട് ഈ ഒരു ഭാഗം, അത് പ്രത്യേകിച്ച് ഈ ഒരു സ്ട്രേറ്റ് ഓഫ് മെസീന എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം, ഇവിടത്തെ കറന്റ്, അതായത് ഇവിടത്തെ ഒഴുക്ക് അല്ലെങ്കിൽ ഇവിടത്തെ ഒരു വെള്ളത്തിന്റെ ഒരു അടിയൊഴുക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിശക്തമാണ്. അത് മാത്രമല്ല ധാരാളം സീസ്മിക് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഭൂമികുലുക്കം പോലെയുള്ള പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രകൃതി പ്രശ്നങ്ങൾ ഉണ്ടാകും ഇവിടെ ഒരു പാലം നിർമ്മിച്ചാൽ എന്നാണ് ഇതിന്റെ ആളുകൾ പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക, ജീവശാസ്ത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ അഫക്റ്റ് ചെയ്യും, അങ്ങനെ കുറേ അറിയാലോ നമുക്ക്. ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരികയാണെങ്കിൽ കുറേ ആളുകൾ ഉടക്കാൻ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, അറിയാലോ. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാർ കാരണം ഇവിടെ പണി നടക്കാത്തതുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറെ ഇഷ്യൂസ് പറയുന്നുണ്ട്. അതായത് ജിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അങ്ങനെ പല പല ഇഷ്യൂസ് കാരണമാണ് ഇവിടെ പാലം പണി നടക്കാത്തത് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഭാവിയിൽ എന്തായാലും ഇവിടെ ഒരു പാലം വരും എന്നുള്ള ഉറപ്പം തന്നെയാണ്. അപ്പോൾ ആ പാലം വരുന്നത് വരെ ഇത്തരത്തിലുള്ള ഫെറിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ഒരു അരമണിക്കൂറത്തെ ഒരു കപ്പൽ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അനൗൺസ്മെന്റ് വന്നു, എല്ലാവരും താഴെ ട്രെയിനിൽ പോയി കയറണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അകത്ത് പോയിട്ട് ബാഗ് എടുത്തിട്ട് നമുക്ക് താഴെ ട്രെയിനിൽ പോയി കയറാം. ആക്ച്വലി ഈ ഫെറി കടന്നിട്ടുള്ള അടുത്ത സ്റ്റേഷനിൽ എനിക്ക് ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കാത്തിരുന്നിട്ട് എനിക്ക് അടുത്ത ഒരു ഫാസ്റ്റ് ട്രെയിനിൽ കയറിയിട്ട് വേണം. പിന്നെ 7.5 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ബൊലോന സെൻട്രലിലേക്ക്. 7.5 മണിക്കൂർ, അതെന്ന് പറയുന്നത് ഏകദേശം 900 കിലോമീറ്റർ ഉണ്ട്. 7.5 മണിക്കൂർ, 900 അല്ല 800 കിലോമീറ്റർ വന്നിട്ടുമുണ്ട് 7.5 മണിക്കൂർ യാത്ര എന്ന് പറയുമ്പോഴത്തേക്കിനും. അത് ഫാസ്റ്റ് ട്രെയിനാണ്. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ എല്ലാവരും തിരിച്ച് ട്രെയിനിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും പോയി കയറാം. ഷിപ്പ് അവിടെ കൊണ്ട് നിർത്തി, എന്നിട്ട് അടുത്ത അപ്പുറത്തെ ട്രാക്കിലെ ട്രെയിൻ, അത് അവിടെയാണല്ലോ ലോക്കോ ഫ്രണ്ടിലുള്ളത്, ആ ട്രെയിൻ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് പുറത്തേക്ക് ഇറക്കിയിട്ട് അത് റിവേഴ്സിൽ വന്നിട്ട് നമ്മുടെ ട്രെയിൻ അതേ ഘടിപ്പിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങനെ എന്തോ പരിപാടിയാണ് ഇവിടെ. എന്തായാലും സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒട്ടും ഡിലേ ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ടാട്ടോ ഇവർ പരിപാടി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, നമ്മളിപ്പോൾ വില്ല സാൻ ജിയോന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. മെസീന സെൻട്രൽ. അവിടെ നിന്ന് നമ്മൾ കപ്പലിൽ കയറി വന്നു. കപ്പലിൽ കയറി, അതായത് ട്രെയിനിൽ കയറി കപ്പലിലിരുന്ന് യാത്ര ചെയ്ത് നമ്മൾ ട്രെയിനിലിരുന്ന് എങ്ങനെയാണോ പറയുന്നത്, ട്രെയിനിലിരുന്ന് കപ്പലിൽ കയറി ഇരുന്ന് യാത്ര ചെയ്ത് നമ്മളത് ആ കപ്പലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തല്ലേ സംഭവം. അപ്പുറത്തൊരു ട്രെയിൻ വരുന്നുണ്ട്. അത് കപ്പലിലൊക്കെ കയറി പോകേണ്ട ട്രെയിനായിരിക്കും മിക്കവാറും വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെയാണ്. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിത് പകൽ വെളിച്ചത്തിൽ കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രെയിൻ യാത്ര ഈ ഒരു റൂട്ടിൽ കൂടെ ഇങ്ങനെ ഈ സമയത്ത് ഞാൻ ചെയ്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമുക്ക് പോകാമായിരുന്നു. വളരെ പതുക്കെ മന്ദം നമ്മളങ്ങനെ കപ്പലിൽ നിന്നും പുറത്തിറക്കി. അതുകൊണ്ട് ആ ട്രാക്കൊക്കെ പോകുന്ന കണ്ടില്ലേ, ആ ട്രാക്ക് എല്ലാം ഈ പറഞ്ഞ പോലെ കപ്പലിലേക്ക് നീണ്ടു നിൽക്കുന്ന കപ്പലിൽ കയറ്റാൻ വേണ്ടിയുള്ള ട്രാക്കുകളാണ്. ആ കപ്പൽ കണ്ടോ എവിടെ? ആ കപ്പലിലാണ് നമ്മളിപ്പോൾ വന്നത്. കണ്ടില്ലേ, ഇഗ്നിയ എന്ന് പറഞ്ഞിട്ട്.
ആ കപ്പലിലാണ് നമ്മളിപ്പോൾ വന്നിറങ്ങിയിട്ട് നമ്മൾ പുറമോട്ട് പോയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ട് വണ്ടി നിർത്താൻ പോവാം. അങ്ങ് ദൂരെ കാണുന്ന ആ ഐലൻഡാണ് സിസിലി ഐലൻഡ്. ആ ഐലൻഡിൽ നിന്ന് നമ്മൾ ട്രെയിൻ ഈ കാണുന്ന കപ്പലിൽ കയറി നമ്മൾ ഇപ്പുറത്ത് വന്ന് നമ്മൾ വില്ല സാൻ ജിയോവന്നി എന്ന് പറയുന്ന ഈ സ്റ്റേഷനിൽ വന്നു. അതായത് ഇത് ഇറ്റലിയുടെ മെയിൻലാൻഡിലെ സ്റ്റേഷൻ. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിൻ ഇത് ഇവിടെ നിന്ന് റോമിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇത് രാത്രി 9 മണിക്കോ മറ്റോ റോമിലെത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പം ഇവിടെ പുറത്തിറങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ട്രെയിനിൽ കയറും. ആ ട്രെയിൻ രാത്രി 9 മണിക്ക് റോമും കഴിഞ്ഞിട്ട് ബൊലോന സെൻട്രൽ എന്ന സ്ഥലത്തെത്തും. അപ്പോൾ ഈ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് ആ ട്രെയിൻ എത്തും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വില്ല സാൻ ജിയോവന്നി എന്ന് പറയുന്ന സ്റ്റേഷൻ. അപ്പോൾ ഇതൊരു കുഞ്ഞ് സംഭവം നോക്കുമ്പോൾ കുഞ്ഞ് സ്റ്റേഷനാണ്, വലിയ ഇതൊന്നുമില്ല. ഇപ്പുറത്ത് ഇത് ആക്ച്വലി ഒരു പോർട്ട് സ്റ്റേഷനാണ്. അപ്പുറത്ത് മെസ്സീന എന്ന് പറയുന്ന ടൗണാണ്, വലിയ ടൗൺ. ഇതൊരു കുഞ്ഞു ടൗണാണ്. പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ആകെ ഒരു ക്രോസോണ്ടാണ് കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഫുഡ് എന്തെങ്കിലും വേണം. പിന്നെ അടുത്ത ട്രെയിൻ 8 മണിക്കൂറത്തെ ട്രെയിനാണ്. അതിനകത്ത് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കരുതണം. കാരണം അതിനകത്തും ഫുഡ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ പരിപാടി എന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കണം. ഈ സംഭവം കണ്ടില്ലേ, നമ്മൾ നേരത്തെ ആ കപ്പലിൽ കണ്ട 2 ട്രെയിനുകൾ കൂട്ടിപ്പിടിപ്പിച്ചാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനി ഇത് ഇവിടെ നിന്ന് എന്തൊക്കെയാ പരിപാടി എന്നൊന്നും അറിയത്തില്ല. എന്തായാലും സംഭവം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതാ അവിടെ നമ്മുടെ കപ്പൽ, ഇതാ ഇവിടെ നമ്മുടെ ട്രെയിൻ. അതാ അവിടെ നമ്മുടെ കപ്പൽ, ഇതാ ഇവിടെ നമ്മുടെ ട്രെയിൻ. എന്തല്ലേ സംഭവം, ഭയങ്കര ഒരു പുതിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ എനിക്കിത്. ആളുകൾക്ക് ട്രെയിനിലല്ലാതെയും അങ്ങോട്ട് പോകട്ടെ. അതായത് ഇവിടെ ഒരു ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് പിന്നെ ഫർദർ ഷിപ്പ് എടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് വീണ്ടും ട്രെയിനിൽ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റൂടെ. ഇറ്റലി പോലീസിൻ്റെ വണ്ടി കണ്ടോ, ജീപ്പ്, ഫിയറ്റ്. ഇത് കൊള്ളാമല്ലോ. അത്യാവശ്യം ചെറിയ ഒരു ടൗണാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ പണി നടക്കുക. അതിനകത്തൊരു കഫറ്റീരിയ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു. അവിടെ പോയി നോക്കട്ടെ ഫുഡെല്ലാം ഉണ്ടോ എന്ന്. എല്ലാം നമുക്ക് പുറത്തു പോകാം. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. അതിനകത്ത് കള്ളും സാധനങ്ങളെല്ലാം കിട്ടും. ലിക്കറൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ എല്ലാം. ഞാൻ ഇവിടെ നിന്ന് ഒരു പിസ്സ പോലത്തെ എന്തൊരു സാധനം വാങ്ങിച്ച് തണുത്തിരിക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ. ആദ്യം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കഴിച്ച് വന്നപ്പോഴത്തേക്കിനും ടേസ്റ്റ് ഉണ്ട്. ഇത് കാപ്പച്ചിനോയും വാങ്ങിച്ചു. ഇത് ചൂടായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താ അല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ടുബാക്കോ, അതായത് തബാച്ചി എന്ന് പറയുന്നത് ഈ കാണുന്നത് ടുബാക്കോ സ്റ്റോറാണ്. ഈ കാണുന്നത് കണ്ടില്ലേ, തബാച്ചി. അതായത് മറ്റേ സിഗരറ്റും കള്ളും മദ്യവും എല്ലാം കിട്ടും. അതാണ് ഇവിടത്തെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അല്ലെങ്കിൽ തന്നെ അവിടെ കച്ചറയാക്കിയിടുക നമ്മുടെ ആൾക്കാരല്ലേ. അപ്പോൾ ഇതും കൂടെയൊക്കെ അവൈലബിൾ ആക്കി എന്തായിരിക്കും അവസ്ഥ. നമ്മുടെ സിവിക് സെൻസ് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കണ്ട രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ പലരും ആട്ടി ഓടിക്കുന്നതും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. വില്ല സാൻ ജിയോവന്നി ഇത് പുതിയ സ്റ്റേഷനാണ് കേട്ടോ. പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയ സ്റ്റേഷനാണ്. സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഫ്ലിക്സ് ബസ്സിൻ്റെ ഒരു ബസ് ഇവിടെ എല്ലായിടത്തും കാണുന്നൊരു സംഭവമാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ ഫ്ലിക്സ് ബസ്, ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. ഇവിടുത്തെ ട്രെയിൻ പോലും ഫ്ലെക്സിബിൾ റേറ്റാണ്. ഇപ്പം ഞാനിപ്പോൾ പോകുന്ന ഈ ഒരു യാത്രയ്ക്ക് ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്കും 150 യൂറോ ആണ് ഇവിടെ നിന്ന് ബൊലോന സെൻട്രൽ വരെ കാണിക്കുന്നത്. ആ 150 യൂറോയ്ക്ക് ഞാൻ ആകെ കൊടുത്തിരിക്കുന്നത് 2 യൂറോ ആണ്. കാരണം ഞാൻ ഓൾറെഡി യൂറോയിൽ പാസ് എടുത്തിരിക്കുന്നുണ്ട്. 150 യൂറോ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയ്ക്കാണ്. അങ്ങനത്തെ ഒരു 10 യാത്ര നടത്തിയ എത്ര യൂറോ ആയി? 1500 യൂറോ ആയില്ലേ. ഞാൻ ആകെ 3 മാസത്തേക്ക് ഈ 31 രാജ്യങ്ങൾ സന്ദർശിക്കാൻ യൂറോയിൽ പാസ് എടുത്തിരിക്കുന്നത് 900 യൂറോയ്ക്കാണ്. എന്ത് ലാഭമാണെന്ന് ചോദിക്കുക ആ പാസ്. അതില്ലായിരുന്നുണ്ടെങ്കിൽ പെട്ടുപോകത്തില്ലായിരുന്നു ഞാൻ. അത്ര കാശ് പൊട്ടിയാനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫ്ലിക്സ് ബസ് ചിലപ്പോൾ 5 യൂറോയ്ക്ക് ടിക്കറ്റ് കിട്ടും, 10 യൂറോയ്ക്ക് ടിക്കറ്റ് കിട്ടും. ലാസ്റ്റ് സമയം എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും 50 യൂറോ 40 യൂറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റേറ്റ് അങ്ങോട്ട് മാറുന്ന പോക്കുണ്ടല്ലോ. ട്രെയിനും ബസ്സും എല്ലാം നമ്മുടെ വിമാനത്തിൻ്റെ റേറ്റ് പോലെയാണ് ഇവിടെ. അവസാന സമയം ആകുമ്പോഴത്തേക്കിനും റേറ്റ് അങ്ങോട്ട് കൂടും. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോണേ? നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് ചുമ്മാ ഒന്ന് നടന്ന് കറങ്ങിയിട്ട് വരാം. ഇവരുടെ റേറ്റ് വെച്ച് ഇവിടെ ഡീസലിനും പെട്രോളിനൊക്കെ റേറ്റ് കുറവാട്ടോ. ഒരു ലിറ്റർ ഡീസലിന് 2 യൂറോ എന്ന് പറയുമ്പോൾ 200 രൂപ ഉള്ളൂ. ഇവരുടെ റേറ്റ് വെച്ചിട്ട് അത് ഭയങ്കര കുറവല്ലേ. അതായത് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുന്ന പൈസയേ ഉള്ളൂ 1 ലിറ്റർ ഡീസലിന്. നമുക്കങ്ങനെയാണോ അവിടെ? ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തപ്പി ഇറങ്ങിയതാണ്, അത് മാത്രം കിട്ടിയില്ല. ബാക്കിയെല്ലാം ഉണ്ട് ഇവിടെ. ദൈവമേ, ഇവിടെ വരെ ബംഗ്ലാദേശികളുണ്ട് ഗൈസ്. ഇത് എവിടെ പോയാലും ഇവരാണല്ലോ. ഗ്രാമങ്ങളൊക്കെ എന്ത് ഭംഗിയല്ലേ. ചുമ്മാ ഫുട്പാത്തൊക്കെ ആണെങ്കിലും അടുത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ ആണെങ്കിലും ആ മരങ്ങളാണെങ്കിൽ പോലും പ്രൂൺ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് കണ്ടാ എന്ത് ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം. നമുക്കിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോകേണ്ടത് ഇറ്റലിയിൽ നിന്ന്. ഞാൻ റേറ്റൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഹോട്ടലൊക്കെ കൊല്ലണ റേറ്റ്, ഒരു രക്ഷയില്ല. 10,000 രൂപ കുറഞ്ഞ ഹോട്ടലില്ല. അതായത് സാധാരണ ഒരു എന്താ പറയുക, നമ്മുടെ ഡോർമിറ്ററി ഇല്ലേ, അതിന് പോലും കൊടുക്കണം 10,000 രൂപ.
നമ്മളിപ്പോൾ വന്ന ഫെറി ഇല്ലേ, അതേപോലെ തന്നെ ഹൈ സ്പീഡ് ഫെറി വേറെയുണ്ട്, ഈ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫെറി. ആ ഫെറി ഇപ്പോൾ ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. ആ ഫെറിയിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറി പോകാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് അത്രയും സംഭവങ്ങളാണ്, അതായത് കംപ്ലീറ്റ് അതാണ് പരിപാടി. അതായത് അത്ര എഫക്റ്റീവായിട്ടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫെറിയിൽ വന്ന് നേരെ ട്രെയിൻ എടുത്ത് പോകാം, ട്രെയിനിൽ വന്ന് നേരെ ഫെറി കയറി പോകാം, അങ്ങനത്തെ സെറ്റപ്പുകൾ. ഇത് നമ്മുടെ ട്രെയിനാണോ ഈ വരുന്നത്? ആണോ? ഇതുപോലത്തെ ഒരു ട്രെയിനാണ് നമ്മൾ പോകുന്നത്. ഫ്രച്ചറോസ എന്ന് പറയുന്ന ട്രെയിൻ. ഇതാണോ എനിക്കറിയില്ല, നോക്കട്ടെ. ഇതേ ട്രെയിൻ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതേ ട്രെയിൻ ഇപ്പോൾ തിരിച്ചു വരും. ഫ്രച്ചറോസിയ എന്ന് പറയുന്ന ഒരു ട്രെയിനാണ്. ഇത് ഹൈ സ്പീഡ് ട്രെയിനാണ്. നമ്മുടെ വന്ദേ ഭാരതൊക്കെ പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈ സ്പീഡ് ട്രെയിനാണ്. പക്ഷേ ഇത് 300 km/h വരെ സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. ഇതിനകത്ത് ഇവിടെ വലിയ തിരക്കാട്ടോ. ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ പോകുന്ന ട്രെയിനിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. 12:35 ട്രെയിൻ വരും. അപ്പോൾ ഇത് ഇവരുടെ ട്രെയിൻ ഇറ്റാലിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്രെയിനുകളാണ് ഇതെല്ലാം. വളരെ മനോഹരമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ്. അത്യാവശ്യം ഹൈ സ്പീഡിൽ ഓടുന്ന ട്രെയിൻ. പണ്ട് യൂറോസ്റ്റാർ ഇറ്റലി എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീട് ഇവർ 2008 ഇതിൻ്റെ പേര് മാറ്റി ഇങ്ങനെ ഫ്രച്ചറോസിയ എന്നൊക്കെ പറഞ്ഞിട്ടാക്കി. ഇത് തന്നെ ഫ്രച്ചറോസിയ 1000, ഫ്രച്ചറോസിയ 800, 600 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല റേഞ്ചിലുള്ള വണ്ടികളുണ്ട്. ഈ ഫ്രച്ചറോസിയ 1000 എന്ന് പറയുന്നത് ഇത് നോൺ ടിൽറ്റിംഗ് ട്രെയിനാണ്. അതായത് ടിൽറ്റ് ചെയ്യില്ല. അപ്പം വളവിലൊക്കെ വേറെ ഏതോ രീതിയിലുള്ള ടെക്നോളജിയാണിത്. ഇതിന് ശരിക്കും 8 കോച്ചുകളായിരിക്കും ഉണ്ടായിരിക്കുക. 457 സീറ്റുകളുണ്ടാവും. 400 km വരെ വേഗതയിൽ പോകാവുന്ന ട്രെയിനാണ് ഈ 1000 എന്ന് പറഞ്ഞ ട്രെയിൻ. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ട്രെയിന് ഇവിടെ നിന്ന് മിലാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനായി. മിലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ അറിയാം. നമ്മളിപ്പോൾ ഉള്ളത് ഇറ്റലിയുടെ ഇങ്ങേ അറ്റത്താണ്, മിലാൻ അങ്ങേ അറ്റത്താണ്, സ്വിറ്റ്സർലാൻഡിനടുത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 1500 km ഉണ്ട് മിലാനിലേക്ക്. ഇപ്പോൾ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 12:30 വിടുന്ന ട്രെയിൻ രാത്രി 9 മണിക്ക് മിലാനിലെത്തും ഈ ട്രെയിൻ. അത്ര സ്പീഡിലായിരിക്കും പോകുന്നത്. അതായത് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. റോമിൽ നിർത്തും. റോമിൽ 5:50 എത്തും. അവിടെ നിന്ന് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ബൊലോന. അവിടെ നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മിലാനെത്തും. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. എന്ത് സംഭവമല്ലേ, എത്ര സിമ്പിളായിട്ടല്ലേ ഒരു രാജ്യത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പെയറാണ് നമ്മളിപ്പോൾ പോകുന്ന ട്രെയിനിൻ്റെ പെയറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് മിലാനിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. അപ്പോൾ ഇതിവിടേക്ക് വന്നു. അപ്പോൾ അത് പോയി കഴിയുമ്പോഴത്തേക്കിനും തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. റെഡ് കളറിലെ ട്രെയിൻ. ഈ എന്താ പറയുക, ഇവരുടെ ഈ ട്രെയിനിൻ്റെ പേരുണ്ടല്ലോ, ഈ ഫ്രച്ചറോസിയ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റെഡ് ആരോ എന്നാണ് ആ ട്രെയിനിൻ്റെ പേരിൻ്റെ അർത്ഥം, റെഡ് ആരോ. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്, ഫ്രച്ചറോസിയ. ഇതിനകത്ത് ബിസിനസ് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ യൂറോയിൽ പാസ് ഫസ്റ്റ് ക്ലാസ് പാസ് ആയിരുന്നെങ്കിൽ എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാമായിരുന്നു. എൻ്റെ യൂറോ പാസ് സെക്കൻഡ് ക്ലാസ് പാസ് ആയതുകൊണ്ട് എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെത് 8 നമ്പർ കോച്ച്. ഇതിൽ 6D ആണ് എൻ്റെത്, 6D. അപ്പോൾ ഞാനിവിടെ അകത്ത് കയറി വന്നു. ഇതാണ് എൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 2x2x2 സീറ്റുകളാണ്. ഇത് നമുക്ക് ചാരി ഇരിക്കാനൊക്കെ പറ്റും. അതായത് കുറേ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ടേബിളുണ്ട്. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് നമ്മൾ ഈ കടൽ തീരത്തൂടെ ആയിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കടൽ കണ്ട് നമുക്ക് പോകാം. ഈ ട്രെയിനിൽ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ വൈഫൈ കണക്ട് ചെയ്തു. ഇൻ്റർനെറ്റ് സർഫ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. മറ്റേ എനിക്ക് തോന്നുന്നു ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ പോലെ തന്നെ ഫ്രഷ് പ്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഷോർട്ട് ഫിലിം, സിനിമ, ട്രാവൽ, പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാലോ. അടുത്ത സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പ് എവിടെ എത്തി, അടിപൊളിയാട്ടോ. അത് കൊള്ളാം. നമുക്കിവിടെ സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഒരു ഗ്രീൻ ടീ വാങ്ങിച്ചു. ഇതാണ് എൻ്റെ ഗ്രീൻ ടീ. ഇതിന് 1.6 യൂറോ ആണ് ഗ്രീൻ ടീക്ക്. ഞാനിവിടെ സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഗ്ലേഷ്യർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വിറ്റ്സർലാൻഡിൽ. ഭയങ്കര റേറ്റാണ്, 10,000 രൂപ വരും. അത് അവിടുത്തെ ഒരു ഐക്കോണിക് ട്രെയിനാണ് ഇത്. പിന്നെ ബെർണിന എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ മഞ്ഞ മലകൾക്കിടയിലൂടെയൊക്കെ പോകുന്ന ട്രെയിനുകളൊക്കെ കിടില സംഭവങ്ങളുണ്ട് സ്വിറ്റ്സർലാൻഡിൽ. ട്രെയിനിൻ്റെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിൽ എല്ലാം സൂപ്പറാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സീറ്റുകളാണ് എല്ലാം. എനിക്ക് ചെറുതായിട്ട് വിശന്നു തുടങ്ങി. ഞാൻ റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഇവർക്കിവിടെ പാസ്തയൊക്കെ ഉണ്ട് കേട്ടോ. പാസ്ത പിന്നെ എന്തോ സാധനങ്ങൾ, പിന്നെ പിൻസ, വെജിറ്റേറിയന്, പിന്നെ കുറേ
എന്തൊക്കെയോ ഇവരുടെ സാൻഡ്വിച്ചും പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു റെസ്റ്റോറൻറ്റ് കാറാണ്. ഇവിടെ പാസ്ത ഉണ്ടായിരുന്നു, അത് പോർക്കാന്ന് അവർ എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ പൊമദോറോ ഉണ്ടെന്ന് പറഞ്ഞു, ടൊമാറ്റോ പൊമദോറോ. അത് പൊമദോറോ അവർ ചൂടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ബിയറും മദ്യവും ഒന്നും ഞാൻ കണ്ടില്ല, പക്ഷെ വൈൻ ഇരിപ്പുണ്ട് അവിടെ. ചിലപ്പോൾ ബിയറും മദ്യമൊക്കെ കുടിച്ച് ആൾക്കാർ അലമ്പാക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്. അവർക്ക് ഭാഷ അറിയത്തില്ലായിരുന്നു, അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു തന്ന് അവസാനം എനിക്കിപ്പോൾ ഫുഡ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഓവനിൽ വെച്ചിട്ട്. അങ്ങനെ 100-200 കിലോമീറ്റർ വേഗതയിൽ പറന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ട്രെയിനിൻ്റെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഞാനിവിടെ പാസ്ത കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. പാസ്ത അല്ല, ഇത് പൊമദോറോ. നമ്മളിതിനെ പാസ്ത എന്ന് പറയുമെങ്കിലും ഇതിനെ പൊമദോറോ എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് 10 യൂറോ. അത് ഇതിനും പിന്നെ ഈ ചിപ്സിനും കൂടെ 10 യൂറോ. കൊള്ളാം. വൈകിട്ട് 5:45 നമ്മൾ റോമിലെത്തി. റോമ ടെർമിനി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു റോം എന്ന സ്റ്റേഷനിലെത്തി. നമ്മൾ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ടുള്ള റോം. നമ്മൾ റോമിൽ ഇറങ്ങുന്നില്ല, കാരണം നമ്മളിതിനു മുമ്പ് റോം വന്നതാണ്. വത്തിക്കാൻ സിറ്റിയൊക്കെ നമ്മൾ പോയതാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ വത്തിക്കാൻ സിറ്റി ഒന്നും പോകുന്നില്ല, നമ്മൾ ഓൾറെഡി പോയതാണല്ലോ. നമ്മൾ റോമിൽ വിട്ടിട്ട് കറക്റ്റ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ മറ്റേ ബൊലോഗ്ന എന്നാണോ പറഞ്ഞ ബൊളോനാണോ എന്താ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല, ആ സ്ഥലത്തെത്തും. കറക്റ്റ് 8 മണിക്ക് നമ്മളവിടെ എത്തും. അവിടെ പിന്നെ കഴിയില്ല, അവിടെ ഇനിയുണ്ട്. രാത്രി ആയതുകൊണ്ടൊന്നും കാണിക്കാനില്ല, ഒന്നും കാണിക്കാതെ. അങ്ങനെ ഏകദേശം 8 മണിക്കൂറത്തെ ആ ഒരു ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാനിവിടെ ബൊലോഗ്ന സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുകയാണ്. അതൊരു 1.5 യാത്രയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മടുപ്പുമില്ലാതെ സുഖമായിട്ട് വന്നു എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത. പറക്കുമായിരുന്നു, അതായത് റോമെന്ന് വിട്ടിട്ട് ഫ്ലോറൻസ് വഴിയാണ് വന്നത്. ഫ്ലോറൻസിൽ നിന്ന് ഇങ്ങോട്ട് പറക്കുമായിരുന്നു. എന്മാതിരി വരവ് വന്നിരുന്നറിയോ, അതുപോലെ വരവ്. അപ്പോൾ ഇതാണ് ബൊലോഗ്ന സെൻട്രൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിനുള്ളത്. അത് നമ്മുടെ എന്താ പറയുക, റിമിനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാനൊന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് വരാനുള്ള സമയമുണ്ട്. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, എനിക്ക് അറിയത്തില്ല. അവിടെ സ്റ്റേഷനിൽ വലിയ തണുപ്പൊന്നുമില്ല. പുറത്ത് എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത്. 9 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, വലിയ സ്റ്റേഷനാണിത്. ഇത് ഒരു അന്തവും കുന്തവും കിട്ടാത്തൊരു റെയിൽവേ സ്റ്റേഷനാണല്ലോ. ഇത് മൊത്തം എവിടെ എന്തൊക്കെയോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാട്ടോ ഇത് സംഭവം. മൊത്തം അണ്ടർഗ്രൗണ്ടിലാണിത്. മേളിലോട്ട് പോകണം എക്സിറ്റിലേക്ക്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് ഈ ബൊലോന എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറേ തപ്പി നടന്ന് തീരണില്ല. അതുപോലെ വലിയ സ്റ്റേഷൻ എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ വന്നെത്തി കേട്ടാ. പക്ഷെ എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടാ. ഞാൻ മാൾട്ട വിട്ടിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഫുള്ള് ഈ പറഞ്ഞ പോലെ ഇവരുടെ ഓരോ സാധനങ്ങളാണ്. അതായത് നമ്മളീ പപ്സും കട്ട്ലറ്റും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പോലെ ഓരോ സംഭവങ്ങളാണ് ഈ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഫുഡ് കഴിക്കാൻ കൊതിയാവുന്നു, സമയമില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നാളെയെങ്കിലും കഴിക്കണം. ഇന്നിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കുന്തമുണ്ടോ? ബെസ്റ്റ് KFC ഉള്ളല്ലേ, വേറെ ഒന്നും ഇല്ലല്ലേ. ഞാൻ KFC കയറിയിട്ട് ഒരു ചിക്കൻ സലാഡും കുറച്ച് വിങ്സും ഓർഡർ ചെയ്തു. കുറേ ദിവസമായി എന്തെങ്കിലും പച്ചക്കറി കഴിച്ചിട്ട്. ഞാൻ ഫുഡ് കഴിച്ചിറങ്ങി. ഞാൻ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ അന്തം വിട്ട് നടക്കുകയാണ്. അതായത് ഈസ്റ്റ് പ്ലാറ്റ്ഫോമുകൾ, വെസ്റ്റ് പ്ലാറ്റ്ഫോമുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഇവിടെയൊക്കെ കാണാം. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കട്ടെ. ഇപ്പോഴാണ് എനിക്ക് സംഭവം കത്തിയത്. അതായത് 1 ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന 1 വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ട്രെയിൻ. അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 2 സ്ഥലത്ത് ട്രെയിനുകൾ വരും. അതാണ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇത് 1 ഈസ്റ്റ് കുറേ അങ്ങോട്ട് നടക്കണം കേട്ടോ, ചുമ്മാതല്ല, കുറേ നടക്കണം. ഇവിടെ ഈ ഹൈ സ്പീഡ് ട്രെയിനുകൾ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഇതിനടിയിൽ വേറെ പ്ലാറ്റ്ഫോമുകളുണ്ട്, വേറെ അടിയിൽ കൊടുത്തിരിക്കുന്ന സംഭവമുണ്ട്. എന്തൊക്കെ പരിപാടികളാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി. ഞാൻ ഇതിൻ്റെ അടിയിൽ എങ്ങോട്ടാണ് വന്നിറങ്ങിയതേ. പക്ഷേ ഇത് ഭയങ്കര സെറ്റപ്പായിട്ട് റെയിൽവേ സ്റ്റേഷൻ. സത്യം പറഞ്ഞാൽ ഇവിടെ 1 മണിക്കൂർ സമയമില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ കേട്ടോ. ഇത് 1 മണിക്കൂർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദൂരം നടന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വേറെ ഏതോ കോണിലുള്ളൊരു സ്ഥലത്തേക്ക് വന്ന് ലീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനിലാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ബൊലോന വന്നിട്ട് റിമിനി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ റിമിനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് നമ്മുടെ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യത്ത് പോകാൻ വേണ്ടിയാണ്. ഈ സാൻ മറീനോ എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യമാണ്. നമ്മുടെ ഇറ്റലിക്ക് ഉള്ളിലാണ് ആ രാജ്യമുള്ളത്. ഇറ്റലിക്കുള്ളിൽ ഏതൊക്കെ രാജ്യമുണ്ട്? വത്തിക്കാൻ സിറ്റി ഉണ്ട്, സാൻ മറീനോ ഉണ്ട്. ഈ 2 രാജ്യങ്ങളാണ് ഇറ്റലിക്കുള്ളിലുള്ളത്. ഇറ്റലിക്ക് അകത്തുള്ള രാജ്യം. അപ്പോൾ ഈ സാൻ മറീനോയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ ഇല്ല. അപ്പോൾ ഈ റിമിനി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്
ബസ്സിൽ കയറി വേണം സാൻ മറീനോ പോയിട്ട് വരാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് സാൻ മറീനോ പോകുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത സംഭവമാണെന്ന് തോന്നുന്നു. കണ്ടോ നോക്കി, ഇത് പഴയ ട്രെയിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മോനെ, ഇത് സ്ലീപ്പർ ട്രെയിനാണ്. ഇത് സ്ലീപ്പറാണോ? ആണോ അറിയില്ല. പക്ഷേ ഇത് കൊള്ളാമല്ലേ, നമ്മളിതുവരെ കാണാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിലുള്ള കോച്ച്. ബേസിക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ സാധാ എന്നായിരിക്കും ബേസിക് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ട്രെയിനിനകത്ത് കയറി വന്നിരുന്നു. ഇത് നമ്മുടെ ലീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ലീസ് എന്ന് പറയുന്നത് ഇറ്റലിയുടെ അങ്ങേയറ്റം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ഇപ്പം രാത്രി 9 മണിക്ക് വിട്ടാൽ ഈ ട്രെയിൻ രാവിലെ 10 മണിക്ക് ലീസിലെത്തുള്ളൂ. അത്രയും ദൂരമുണ്ട്. അതായത് നമ്മൾ ഗ്രീസിൽ നിന്ന് ഫെറിയിൽ കയറി ലീസിൽ വന്നില്ലേ, ആ ഭാഗം അവിടെയാണ് ലീസ്. ഓവർനൈറ്റ് ട്രെയിനാണ്. അപ്പോൾ ആ ഓവർനൈറ്റ് ട്രെയിനിൽ ഇരുന്ന് പോകുന്ന കോച്ചിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഈ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 150-200 കിലോമീറ്റർ ഉണ്ടേ. അയ്യോ, ഞാൻ തിരിച്ചെത്തിയേ, ഉറങ്ങിപ്പോയേ. സമയം രാത്രിയിൽ 11 മണിയായി. 10:45. ഞാനൊന്ന് ചെറുതായിട്ടിരുന്ന് ഉറങ്ങിപ്പോയി. സ്റ്റേഷനെത്തിയപ്പോഴാണ് ഞാൻ എണീറ്റത്. 1 മിനിറ്റ് ട്രെയിൻ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി സേർട്ട് വലിക്കും ആൾക്കാർ. ഇത് തിരക്കൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് സ്റ്റേഷൻ, റിമിനി. മഴ പെയ്ത് കിടക്കുകയായിരുന്നു കേട്ടോ ഇവിടെ. ഇപ്പോഴും മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി താമസിക്കാനായിട്ട് ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. കൊള്ളാമല്ലേ റെയിൽവേ സ്റ്റേഷൻ? കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കൊന്ന് പഴയ കെട്ടിടം എന്തോ ആണ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഈ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന കാണാനായിട്ട് വീണ്ടും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാൻ ആക്ച്വലി ഉറങ്ങിപ്പോയി. നല്ല ഉറക്കമായിരുന്നു. എന്നും പകൽ ഉറങ്ങിയതേ ഇല്ല. ഞാൻ മറ്റേ ട്രെയിനിൽ ഉറങ്ങിയതേ ഇല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ട്രെയിനിൽ കയറിയപ്പോഴാണ് ഞാനൊന്ന് ഉറങ്ങിയത്. ഈ ട്രെയിനിൽ നിറച്ച ആൾക്കാരായിരുന്നു, ഫുള്ളായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഇവിടെ ഒരു ബാറ്, കഫറ്റീരിയ, പിന്നെ ഇവിടെ ഒരു ബർഗർ കിങ് ഉണ്ട്. റോഡിലൊന്നും ഒരൊറ്റ മനുഷ്യനില്ല. രാത്രി 10:45 ഉള്ളൂ. കാലിയായി നോക്കി. മഴ പെയ്യുന്നു. പണിയാണല്ലോ. ഈ കാണുന്ന ഹോട്ടൽ കണ്ടോ? ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ നെപ്പോളിയൻ. ഈ നെപ്പോളിയൻ ഹോട്ടലിലാണ് ഞാനിന്ന് താമസിക്കുന്നത്. ഇതിലേ കയറുന്നേ. ഇവിടെ എൻട്രൻസ് ആണ്. ഇത് എൻട്രൻസ്. ഇതുണ്ട് നെപ്പോളിയൻ. ഒരു ഡംബൽ പൊക്കുന്ന വെയിറ്റ് ഉണ്ട്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. സോ ദിസ് ഈസ് മൈ റൂം. ഇതിന് 55 യൂറോ ആയി ഈ റൂം ബുക്ക് ചെയ്യാനായിട്ട്. സോ നോട്ട് ബാഡ്. അപ്പോൾ എന്തായാലും ഭയങ്കര ടയർഡായി ഇന്ന്. ഇത് ശരിക്കും ഞാൻ ടയർഡായിരുന്നില്ല മറ്റേ വണ്ടി ഇറങ്ങിയപ്പം. ഈ വണ്ടിയിൽ കയറിയിട്ട് ഒരു ഉറക്കം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞ് രാജ്യത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സാൻ മറീനോ എന്ന് പറയുന്നത്. രാവിലെ പോയിട്ട് വൈകിട്ട് വരാവുന്നതേ ഉള്ളൂ. ചെറിയ കുഞ്ഞ് രാജ്യം. ഇവിടെ അടുത്തുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ വത്തിക്കാൻ സിറ്റിയൊക്കെ പോലെ ഒരു കുഞ്ഞ് രാജ്യം. സാൻ മറീനോയുടെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ.